ഹായ് മക്കളെ, എല്ലാ മിടുക്കന്മാർക്കും മിടുക്കി മക്കൾക്കും ആവശ്യമുള്ള ഒരു അടിപൊളി കണക്കിനെ കുറിച്ചാണ് പറഞ്ഞാൽ പോണേ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പല കണക്കുകളും തെറ്റിപ്പോകാനുള്ള ചാൻസ് വരും. പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ ചാനൽ കണ്ടവരുണ്ടല്ലോ ഇതിനു മുമ്പും, അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടി, അതിൽ കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ എവിടുന്ന് ചെയ്ത് തുടങ്ങുന്നില്ലേ? ഇങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ മെല്ലനെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് പോവാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ചെയ്യേണ്ടതിന് ചില ഓർഡറുകൾ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഡിവിഷൻ ചെയ്യണ്ടേ, കുറയ്ക്കുന്നതിന് മുമ്പായിരിക്കണം കൂട്ടൽ ചെയ്യണ്ടേ, അങ്ങനെ ചില ഓർഡർ. ഇതിപ്പോ എങ്ങനെ ആലോചിച്ചിരിക്കും എന്നല്ലേ? പക്ഷെ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഒരൊറ്റ വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ആ വേർഡ് എന്താന്ന് മാഷി പറഞ്ഞിട്ട്, ഈ വേർഡ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഓർഡർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വേർഡിന്റെ അതേ ഓർഡറിലാണ് പഠിക്കേണ്ടത്. എന്താണെന്നറിയാം വേർഡ്? നോക്കിക്കേ, എന്താണ്? ബോർഡ് മാസ്, BODMAS. ഈ ഒരൊറ്റ വാക്ക് ഓർത്താൽ മതി. നമ്മൾ ബോർഡ് മാസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ബ്രാക്കറ്റ് അല്ലേ? B അല്ലേ? B മീൻസ് ബ്രാക്കറ്റ്. നിങ്ങൾ ഏത് കണക്ക് കിട്ടിയാലും ബ്രാക്കറ്റിനകത്തുള്ള ചോദ്യം ആയിരിക്കണം ആദ്യം ചെയ്യണ്ടേ. രണ്ടാമത് എന്താ? ഓ എന്ന് വെച്ചാൽ ഓർഡർ ഓഫ്. ഇതിനെ കുറിച്ച് നിങ്ങൾ 7ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കണക്കുകളൊന്നും വരില്ല. അപ്പൊ അത് നമ്മളിപ്പോ നോക്കണ്ട. അടുത്തെന്താ? ഡിവിഷൻ. D എന്ന് വെച്ചാൽ ഡിവിഷൻ. അതെല്ലാ മക്കൾക്കും അറിയാലോ, ഹരണം എല്ലാവർക്കും അറിയാലോ. ഡിവിഷൻ. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ലെറ്റർ എന്താ? ഡിവിഷൻ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ടേ. മൾട്ടിപ്ലിക്കേഷൻ എന്താ എല്ലാവർക്കും അറിയാലോ. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞതിന്റെ ശേഷമാണ് 5ാമത്തെ ലെറ്റർ എന്താണ്? A. അഡിഷൻ, കൂട്ടൽ അഥവാ സങ്കലനം. എല്ലാവർക്കും അറിയാലോ, നമ്മൾ കൂട്ടല് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന്റെ ശേഷമാണ് ചെയ്യേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ കുറയ്ക്കാനുള്ള കണക്കൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ മക്കളെ, നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു കണക്കുണ്ട്. നമുക്ക് ബോർഡ് മാസ് എന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് എവിടുന്ന് ചെയ്തു തുടങ്ങണം? ഏറ്റവും ആദ്യം B എന്ന് വെച്ചാൽ എന്താ? ബ്രാക്കറ്റ്. ബ്രാക്കറ്റിനകത്ത് കൂട്ടാനാവട്ടെ, കുറയ്ക്കാനാവട്ടെ, ഡിവിഷൻ ആവട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ, എന്ത് തന്നെ ആയാലും നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള എന്താ പ്രോബ്ലം ആയിരിക്കണം ആദ്യം ചെയ്ത് കഴിയണ്ടേ. അപ്പൊ ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഈ ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ. എന്താണ് ബ്രാക്കറ്റ്? ദേ ബ്രാക്കറ്റിലെ 5 - 3 എന്നാണ്. അപ്പൊ ഏറ്റവും ആദ്യം അതിന്റെ ഉത്തരം നമ്മൾ എഴുതണ്ടേ. 5ന്ന് 3 മൈനസ് ചെയ്താൽ എത്ര? 2 അല്ലെ? ബാക്കി അതേപോലെ ഇറക്കിയതാണ്. 2 × 6 + 4 അതേപോലെ ഇറക്കി. അപ്പൊ നമ്മളിപ്പോ ബ്രാക്കറ്റ് കഴിഞ്ഞു. നീ അത് നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞതാണല്ലേ. 3ാമത്തെ ലെറ്റർ എന്താ? ഡിവിഷൻ. ഈ ചോദ്യത്തിൽ ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇല്ല. അപ്പൊ അത് നോക്കണ്ട. ഇനി അടുത്ത നോക്കല്ലേ. അടുത്തത് എന്താ? ഡിവിഷൻ കഴിഞ്ഞാൽ എന്താ? M മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഈ ചോദ്യത്തിൽ ഉണ്ടോ? ഉണ്ട്. ദേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ ചെയ്യണ്ടേ 2 × 6 എത്രയാണ്? 12 അല്ലെ? 12. ബാക്കിയുള്ള അതേപോലെ ഇറക്കി. ഇത് അതേപോലെ ഇറക്കി. 12 കിട്ടി. 12 + 4. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ അടുത്ത എന്താ നോക്കണ്ടേ? അഡിഷൻ, കൂട്ടല്. അത് ഇതിലുണ്ടോ? A മീൻസ് അഡിഷൻ അല്ലേ, കൂട്ടലല്ലേ? അത് ഇതിലുണ്ടോ? ഉണ്ട്. ദേ ഇനി കൂട്ടാനും കൂടി ഉള്ളൂ അല്ലെ. അപ്പൊ 12ഉം 4ഉം കൂട്ടിയാൽ എത്ര? 16 അല്ലേ? അപ്പൊ അഡിഷനും കിട്ടി. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം മക്കൾ ഓർക്കണം കേട്ടോ, സബ്സ്ട്രാക്ഷൻ ആവട്ടെ എന്തും ആവട്ടെ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണെങ്കിൽ അത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കണം. അങ്ങനെ അടുത്ത കണക്ക് നോക്കുക. ഈ കണക്കല്ലായിരുന്നു മക്കൾ ഇതിന് മുമ്പ് കണ്ടേ. നിങ്ങൾ എങ്ങനെയായിരിക്കും ആദ്യം ചെയ്തിട്ടുണ്ടാവുക? 28ഉം 12ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും. 40ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ. പക്ഷെ മക്കളെ ഇത് നോക്കിയേ, നമുക്ക് ഓർഡർ അറിയാലോ. അങ്ങനെയാണോ ചെയ്യണ്ടേ? ഇങ്ങനെ ചെയ്ത് നമുക്ക് ഉത്തരം 10 ആയിരിക്കും കിട്ടും. അത് തെറ്റിപ്പോവില്ലേ? ഉത്തരം 10 അല്ലേ ഇതിന്റെ. എന്താണെന്നറിയ ഉത്തരം? നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ഇതിൽ ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. പിന്നെന്താ? അത് നമ്മൾ നോക്കണ്ട പറഞ്ഞല്ലേ. പിന്നെന്താ നോക്കണ്ടേ? ഡിവിഷൻ. 3ാമത്തെ ഡിവിഷൻ നോക്കണ്ടേ. ഇതിൽ ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. ഇതേ ഡിവിഷൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്യണ്ടേ. അപ്പോ 12 / 4 എത്ര? 3. അത് അതേപോലെ ചെയ്തിട്ടോ നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് അത് വേണ്ടി. പിന്നെ ബാക്കിയുള്ള അതേപോലെ ഇറക്കി ചെയ്തിട്ടെ. 28 + അതേപോലെ ഇറക്കി എഴുതി. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ നോക്കേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കണല്ലേ. ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ദേ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. അപ്പൊ അടുത്ത എന്താ നമ്മൾ നോക്കേണ്ടത്? അഡിഷൻ ഉണ്ടോന്നല്ലേ. അഡിഷൻ ഉണ്ടോ? ദേ അഡിഷൻ ഉണ്ട്. അഡിഷൻ ഇല്ലേ? അപ്പൊ കൂട്ടലില്ലേ? നമ്മൾ കൂട്ടൽ ചെയ്യാ. കൂട്ടാനും കൂടി ഉള്ളൂ അല്ലേ ഇതില്. 31. ഉത്തരം കിട്ടിയില്ലേ? കൂട്ടിയപ്പോ എത്ര ഉത്തരം കിട്ടിയേ? 31.
പിന്നെയാണ് നമ്മൾ നോക്കേണ്ടത് സബ്ട്രാക്ഷൻ ഉണ്ടോന്ന്. കുറയ്ക്കാൻ ഇതിലില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും ചെയ്യാനും മാഷ് ഒരു കണക്കിരട്ടെ. എല്ലാവരും പഠിച്ചില്ലേ ചെയ്യേണ്ട ഓർഡർ എങ്ങനെയെന്ന്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് പഠിച്ചില്ലേ? ദേ നോക്കിക്കേ, ഇതിന്റെ ഉത്തരം എല്ലാ മക്കളും കമന്റ് ബോക്സിൽ ചെയ്ത് ഇടണം. അപ്പൊ മാഷ് നോക്കൂ ആർക്കൊക്കെ നന്നായിട്ട് ഇതിന് ഉത്തരം ചെയ്തിടാൻ കഴിയാന്ന്. അപ്പൊ എല്ലാരും ചെയ്യൂലേ? ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് മാഷ് നേരത്തെ പറഞ്ഞ് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മക്കളെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഗുഡ് ബൈ.